നമസ്കാരം. കേരളക്കര ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നീളുന്ന ഈ കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പ്രതി വത്സസുനിയും 8ാം പ്രതിയായ ദിലീപും ഈ കേസിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്ന ആളുകളാണ്. ദിലീപിനെ എതിർത്തും അനുകൂലിച്ചുമെല്ലാം നിരവധി പേരാണ് രംഗത്തെത്താറുള്ളത്. അത്തരത്തിൽ എത്തുന്ന ഒരാളാണ് ശാന്തിവിള ദിനേശ്. ഇപ്പോഴിതാ ശാന്തിവിള ദിനേശ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകളാണ് ചർച്ചയായി മാറുന്നത്. അന്നു മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ 7ാം വർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേസിൽ 8ാം പ്രതിയായി ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. സിംഗിൾ ബെഞ്ച് സമാനമായ ആവശ്യം നിരസിച്ചതിനെ തുടർന്നായിരുന്നു ദിലീപ് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഹർജി നൽകിയത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ സത്യം പുറത്തുവരണമെന്ന് നിർബന്ധമുള്ളതിനാലാണ് ദിലീപ് CBI അന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. കേസിൽ CBI അന്വേഷണം എന്നത് ഈ സർക്കാരും വാദിഭാഗത്ത് നിൽക്കുന്നവരും ഒരിക്കലും സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവെയാണ് ശാന്തിവിള ദിനേശിന്റെ പ്രതികരണം. കേസിൽ CBI അന്വേഷണം വേണമെന്ന് പറയുന്നത് താമസിച്ചു പോയെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഒരു കാലതാമസവുമില്ല. വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് കോടതിയിൽ ഹർജി നൽകിയിട്ട് എന്നിട്ടും ദിലീപ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി കൊടുത്തു എന്നതുപോലെയാണ് പറയുന്നത്. ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയിട്ട് 2 വർഷം കഴിഞ്ഞെന്നോ ദിലീപ് തന്നെ കേസ് തള്ളിയിട്ട് 3 വർഷം ആയെന്നോ ഒരു റിട്ടയർഡ് എമാൻ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേയൊരു വ്യക്തി ദിലീപ് മാത്രമാണ്. വേറെ ആർക്കുണ്ട്? അതിജീവിതയ്ക്കുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടോ? ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കുണ്ടോ? ഇവർക്ക് ആർക്കുമില്ല. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ എന്താണ് പറഞ്ഞത്? തന്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ കഴിയുന്ന തെളിവുകളോ ഇല്ലെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നു. അദ്ദേഹം ഇപ്പോൾ BJP-യിലേക്ക് പോയെങ്കിലും ഇപ്പോഴും തലസ്ഥാനത്ത് ജീവിച്ചിരിപ്പുണ്ട്. നടി ആക്രമിച്ച കേസിലെ മുഴുവൻ പേരെയും അഴിക്കുള്ളിലാക്കി എന്നായിരുന്നില്ലേ ഈ കേസ് തുടങ്ങുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരുന്നത്? ഈ കേസിൽ മറ്റാർക്കും പങ്കില്ലെന്നും പരസ്യമായി വ്യക്തമാക്കി. എന്നാൽ ADGP-ആയ ഒരു മഹതി എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട്, അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുമോ? ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് വർഷം 8 തികയാൻ പോകുന്നു. എന്തായി ആ തെളിവുകൾ? ഞാൻ തരാം തെളിവെന്നാണ് ഇപ്പോൾ 1ാം പ്രതി തന്നെ പറയുന്നത്. ഒറിജിനൽ ഫോണും സിമ്മും തന്റെ കൈവശമുണ്ടെന്നാണ് അയാൾ പറയുന്നത്. 8 വർഷം ദിലീപിന്റെ പിറകെ അന്വേഷണം നടന്നിട്ടും കിട്ടാത്ത തെളിവുകളാണ് വത്സസുനി തന്റെ കൈവശമുണ്ടെന്ന് പറയുന്നത്. ഇക്കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നില്ലെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു. ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും വത്സസുനിയെ വിളിച്ചിട്ട് വരുത്തിയിട്ടില്ല. ആരും വരുത്തില്ല. കാരണം വത്സസുനിയല്ലല്ലോ അവരുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഏത് വിധേനയും ദിലീപിനെ ചട്ടിയിലാക്കണം എന്നതാണ് ചിന്ത. അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ? അവർ അതിനൊന്നും പോകില്ല. ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണമെന്ന് മാത്രമേ അവർക്കുള്ളൂവെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. ലോകത്ത് ആദ്യമായാണ് ഒരു നടിയെ പീഡിപ്പിച്ച് ടീം സേഫായി എവിടെ ഇറക്കണമെന്ന് ചോദിക്കുന്നത്. സാധാരണ അത്തരക്കാർ വലിച്ചെറിഞ്ഞു പോകാനല്ലേ നോക്കുക? നടിയോട് അവർ ചോദിച്ചു എവിടെ ഇറക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ലാലിന്റെ വീട്ടിൽ ഇറക്കി വിടണമെന്നാണ്. ആഷിഖ് അബുവും പട്ടണം റഷീദും ഒക്കെ താമസിക്കുന്നത് അതേ റോഡിലാണ്. ലാലിന്റെ വീട്ടിൽ ഇറക്കി വിട്ട സ്ഥിതിക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്ക് അറിയുന്ന സത്യാവസ്ഥ പറയണമെന്ന് ഞാൻ ലാലിനോട് ആവശ്യപ്പെട്ടു. എന്തായാലും ആ സംഭവത്തോടെ ലാലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. കേസൊന്നും എവിടെയും എത്തില്ല. പുള്ളിക്ക് ഇനി അവസരമുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചുകൂടിയിരുന്നു. സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ, അത് അന്വേഷിക്കണമെന്ന് മഞ്ജുവാരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത്. കേസ് വഴിയെത്തിയിരുന്നത് അവിടെയാണ്. ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർ കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു. വേറെ ആരുമല്ലല്ലോ, മഞ്ജു വാര്യർ അല്ലേ പറയുന്നത്, സാക്ഷാൽ ദിലീപിന്റെ 1ാം ഭാര്യ. അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി. പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും. സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ. പിറ്റേന്നു മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി. നടി ആക്രമിച്ച 7 എണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി. ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി. ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു. അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല. ഈ സമയത്താണ് WCC ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും. അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ 100 ഇരട്ടി പ്രാധാന്യം നേടി. പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം. കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന് തലയിൽ വെച്ചുകൊടുക്കുന്ന സംഭവങ്ങൾ വരെയുണ്ടായിരുന്നു. ദിലീപിന്റെ വസ്തുവകകളുടെ മതിലിടിക്കലായിരുന്നു DYFIയുടെ അക്കാലത്തെ മറ്റൊരു ജോലി. ദേ പുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും. ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും. ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകനടക്കം രംഗത്ത് വന്നിരുന്നു. ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയദൃഷ്ടി
ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത്. ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷം. അതിന്റെ ഫലം ഉടൻ കാണാനായി. ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത്. എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ്. ഭയങ്കരം തന്നെ. 85 ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി. കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു. അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. ഈ കേസിൽ വിധി പറയരുത്, യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത്, നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ദിലീപിന് ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി കൊണ്ടായിരിക്കണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും. ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നതാണ്. എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാം എന്നതാണ് ഇതിലെ കാര്യം. എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു 10 കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ്. അതിജീവിതയ്ക്കും അത്രയും ആയി കാണും. കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയത്. അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥയെയും വിചാരണ നടത്താൻ വനിതാ ജഡ്ജിയെയും വയ്ക്കുന്നതെന്നാണ് വാർത്ത. എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജി വേണ്ടെന്നാണ്. അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.